ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു സിമ്പിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മൾ തേങ്ങയില്ലാത്ത അപ്പം ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയ കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അതിനായിട്ടൊരു പാൻ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു സവോളയാണ്. ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സവോളയൊന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടണം കേട്ടോ. ഒരുപാട് ക്രിസ്പി ആവണ്ട, അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇത് വഴന്ന് കിട്ടുമല്ലോ. ഒന്ന് വഴന്ന് വരട്ടെ. വഴന്നൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പച്ചമുളകൊക്കെ ഒന്ന് വാടി വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാൻ 2 ഇടത്തരം തക്കാളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. തക്കാളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. തക്കാളിയും കറിവേപ്പിലയൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്കിത് കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കേട്ടോ, ഒരു വലിയ ഉരുളക്കിഴങ്ങായിരുന്നു, അത് ചേർത്ത്. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കിഴങ്ങും ക്യാരറ്റും ഒക്കെ മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വെന്ത് വരട്ടെ. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. അപ്പോൾ ഇതാ കിഴങ്ങും ക്യാരറ്റും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പരുവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കടലമാവ് അല്പം വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും. നമുക്കിവിടെ കറി നല്ല കുറുകിയ കറി വേണം കിട്ടാനായിട്ട്. അപ്പം കടലമാവ് ചേർത്തിട്ട് മാവൊന്ന് വെന്ത് വരണമല്ലോ, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നി. അപ്പം കുറച്ച് ഉപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് വറ്റി കിട്ടും കേട്ടോ, നമ്മൾ ഈ കടലമാവ് ഇല്ലിനൊക്കെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയിലയും കൂടെ ചേർക്കുമ്പോഴേക്കും കറിയുടെ റെഡിയായി. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഈ കറി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. തേങ്ങ ചേർക്കാത്ത അപ്പം, ഒട്ടും തന്നെ തേങ്ങ ചേർക്കാത്ത അപ്പത്തിൻ്റെ കൂടെ, അതേപോലെ തന്നെ തേങ്ങ ചേർക്കാത്തൊരു കറിയാണ്. നല്ല കുറുകിയ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.